Hi students, welcome to a new class. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷനിൽ 2 അൺനോൺസ്. അപ്പോൾ 2 അൺനോൺ വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്നിനെങ്കിലും കോമൺ ആക്കിക്കൊണ്ട് എലിമിനേറ്റ് ചെയ്തിട്ട് മറ്റൊന്നിൻ്റെ വില കണ്ടുപിടിക്കുകയും പിന്നീട് അതൊരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് രണ്ടിൻ്റെയും വില കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ഈ എലിമിനേഷൻ മെത്തേഡിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ 2 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ഇനിയൊരു കുറച്ച് പ്രോബ്ലംസ് കൂടി ഇതിനെ ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്, അതുകൂടി ഒന്ന് നോക്കാം. ഇവിടെ സോൾവ് 8k മൈനസ് എസ് ഈക്വൽ ടു 22, k മൈനസ് എസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നോക്കൂ, ആകെ നമുക്കുള്ളത് കെയും എസും, ഈ 2 വേരിയബിൾസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണിൽ 8k ഉണ്ട്, ഇവിടെ വെറും എസ് മാത്രം, ദാറ്റ് മീൻസ് 1 എന്നുള്ളൊരു അസംഷനാണ്. അങ്ങനെ 22 ഉണ്ട്. ഇവിടെ ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 1 എന്നുള്ള ഇക്വേഷനാണ് വരുന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആദ്യം എഴുതിയ ഇക്വേഷന് നമ്പർ 1 കൊടുക്കാം, രണ്ടാമത്തെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എസ് രണ്ടും നമുക്ക് പെട്ടെന്ന് തന്നെ കോമൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്പേഴ്സ് ഒന്നുമില്ല, അപ്പോൾ ഈ എസിനെ തന്നെ ക്യാൻസൽ ചെയ്യാം. ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ചിഹ്നങ്ങൾ ഒരേപോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരേപോലെ ചിഹ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ എന്തായി മാറും, ഇത് പ്ലസ് ആയിട്ട് മാറുമ്പോൾ നമുക്ക് എന്താണ്, ഈ ഒരു കാര്യം ഇവിടെ ക്യാൻസൽ ആയിട്ട് പോവും. അപ്പോൾ അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 8kയിൽ നിന്ന് 1k ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 7k എന്ന് കിട്ടും. ഇത് ക്യാൻസലായി പോവും. 22ൽ നിന്ന് 1 ലെസ് ചെയ്താൽ 21 കിട്ടും. 7k എന്ന് പറയുന്നത് 21 ആണെങ്കിൽ വെറും k എന്ന് പറയുന്നത് എന്തായിരിക്കും, 21. ഇവിടെ 7 ഇൻറ്റു k ആണ്, ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ റൈറ്റിലേക്ക് വരുമ്പം അത് സൈന് മാറും എന്നുള്ളത്, സൈനും അതേപോലെ തന്നെ നമ്മുടെ ഫങ്ഷൻ എന്താണോ പ്ലസ്സോ മൈനസോ എന്താണെന്ന് വെച്ചാൽ അത് ഡിഫറൻസ് വരും. അപ്പോൾ 7 ഇൻറ്റു k ആണ് 21. 7നെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഗുണിക്കുമ്പം 21 കിട്ടി. അപ്പോൾ ആ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ 21 ഇങ്ങനെ തന്നെ വെക്കുക ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ. ഈ 7 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം ഇവിടെ ഇൻറ്റു ആയത് എന്തായി മാറും, ഡിവിഷനായിട്ട് മാറുന്നു. അതുകൊണ്ട് k ഈക്വൽ ടു എന്ത് വന്നു, 21/7 ഈക്വൽ ടു 3 എന്ന് വന്നു. അപ്പോൾ നമുക്ക് ഒരു വേരിയബിളിൻ്റെ വാല്യൂ കിട്ടി, 3 എന്നാണ് kയുടെ വാല്യൂ. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എസ് കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേ ഈ വാല്യൂ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താണ് വാല്യൂ വരിക, അപ്പോൾ kയുടെ വാല്യൂ ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ kയുടെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് 3 ആണ്. അപ്പോൾ 3 മൈനസ് എസ് ഈക്വൽ ടു 1 ആയിട്ട് മാറും. 3 മൈനസ് എസ് ഈക്വൽ ടു 1. സോ നമുക്ക് കണ്ടുപിടിക്കണം എന്താ, എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മൈനസ് എസിനെ അങ്ങനെ തന്നെ നമ്മൾ വെച്ചു. ഈ സമത്തിൻ്റെ റൈറ്റ് സൈഡിൽ, ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ 1 ഉണ്ട്, അതും അങ്ങനെ തന്നെ എഴുതി. പിന്നെ ഏതിനെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, ഇവിടുത്തെ 3നെയാണ് നമ്മൾ എവിടേക്ക് കൊണ്ടുവന്നത്, ഇക്വേഷൻ്റെ റൈറ്റിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ 3ക്ക് പ്രത്യേകിച്ച് സിമ്പലൊന്നും ഇല്ല, സൈനില്ല. അപ്പോൾ അതിൻ്റെ അടുത്തത് എന്ത്, പോസിറ്റീവാണ്. അത് റൈറ്റ് സൈഡിലേക്ക് വരുമ്പം ചിഹ്നം മാറണം. അപ്പോൾ എന്തായി മാറിയത്, -3 ആയി മാറി. അപ്പോൾ മൈനസ് എസ് ഈക്വൽ ടു എന്തായി മാറി, 1 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 1ൽ നിന്ന് 3 കുറയ്ക്കാൻ പറ്റില്ല. അങ്ങനെ കുറയ്ക്കുമ്പം അവിടെ എന്താ, -2 എന്നാണ് ആൻസർ വരിക. അപ്പോൾ ആൻസർ മൈനസ് എസ് എന്ന് പറയുന്നത് -2 ആയിട്ട് മാറും. സോ വെറും എസ് എന്ന് പറയുന്ന ആ 2 മൈനസുകൾ പോയിട്ട് എസിൻ്റെ വാല്യൂ 2 ആയിട്ട് മാറും. ഇങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലം അവിടെ ചെയ്ത് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പ്രോബ്ലം നോക്കുകയാണെങ്കിൽ 8s + 4k ഈക്വൽ ടു -16. അടുത്ത ഇക്വേഷൻ 3s + 6k ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് എപ്പോഴും ആദ്യം ചെയ്യേണ്ട കാര്യം, ആദ്യം കിട്ടിയ ഇക്വേഷന് നമ്പർ 1 എന്നും രണ്ടാമത് കിട്ടിയ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. കൊടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഇവിടെ തോന്നുന്നുണ്ടോ എന്ന് നോക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് 2s ഒരു നമ്പേഴ്സും ഇല്ലാതെ എഴുതും. അപ്പോൾ നമുക്ക് അത് ക്യാൻസൽ ചെയ്യാതെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇവിടെ നമുക്ക് എന്താ ചെയ്യുക, ഏതെങ്കിലും ഒരു കോമൺ ഫോർമാറ്റിലേക്ക് ആക്കണം. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് kയുടെ വാല്യൂ, kനെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ kയുടെ മുന്നിലുള്ള 2 നമ്പേഴ്സ് ഇല്ലേ, അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യുക. ഓപ്പോസിറ്റ് പറഞ്ഞാൽ ഈ ആദ്യത്തെ ഇക്വേഷനെ രണ്ടാമത്തെ kയുടെ വില 6 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ ഇൻറ്റു 6. എല്ലാറ്റിനെയും 6 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 6 × 8 48s, 6 × 4 24k, 6 × 16 -96. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മൂന്നാമത്തെ പുതിയൊരു ഇക്വേഷൻ അവിടെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 6നെ കൊണ്ട് ചെയ്യുമ്പോൾ
ഈ ഇക്വേഷനിൽ ഏതിനെ കൊണ്ട് ചെയ്യണം? 4നെ കൊണ്ട് ചെയ്യണം. അപ്പോഴാണല്ലോ ഇത് നമുക്ക് കോമൺ ആയിട്ടൊരു ഫിഗർ ഇവിടെ കിട്ടുക. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം എന്താണ്? 4 × 3 12, 4 × 6 24, 4 × 3 12 കിട്ടി. അപ്പോൾ അത് നാലാമത്തെ ഇക്വേഷനായിട്ട് മാറി. ഇനി നമുക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇവിടെ രണ്ടെണ്ണവും 24K എന്നായിട്ടുണ്ട്. അപ്പോൾ സെയിം സിമ്പിളാണ് അല്ലേ? ഇവിടെ രണ്ടും പ്ലസ് ആണ്. പ്ലസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരേ ചിഹ്നങ്ങളാവുമ്പോൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? മൈനസ് ചെയ്യാണ്. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ, അതായത് ആദ്യത്തെ ഇക്വേഷൻ മൈനസ് രണ്ടാമത്തെ ഇക്വേഷൻ ചെയ്യുമ്പോൾ എന്തായി മാറും? ഈ 48ൽ നിന്ന് 12 കുറയ്ക്കുമ്പോൾ 36s എന്ന് വരും. ഇവിടെ പോസിറ്റീവ് 24 പിന്നെ നമ്മൾ എന്താ എഴുതിക്കണം? മൈനസ് ആണ് എഴുതിക്കണം. പിന്നെ വീണ്ടും ഇതെന്തായി മാറും? ഈ പോസിറ്റീവ് സമത്തിന്റെ റൈറ്റിലേക്ക് വരുമ്പോൾ ഇത് നെഗറ്റീവ് 24 ആവും. അപ്പോൾ ഒരു പോസിറ്റീവും നെഗറ്റീവും കൂടി വരുമ്പോൾ എന്തായി? അത് ക്യാൻസൽ ആയി പോവും. അപ്പോൾ ഇവിടെ 24K ഇല്ല, 0 ആയി. അപ്പോൾ 0 ആക്കാനാണ് നമ്മളിങ്ങനെ കോമൺ ആയിട്ടൊരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് -96 -12. അപ്പോൾ എന്തായി മാറും? 96 എന്ന് ഇവിടെ പോസിറ്റീവ് 12 ആണ് ഓൾറെഡി ഉള്ളത്. പക്ഷെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എന്താ? മൈനസിന് ശേഷമുള്ള എല്ലാ ചിഹ്നങ്ങളും മാറണം. അപ്പോൾ ആ പോസിറ്റീവ് 96 അല്ല, വെറും പോസിറ്റീവ് ആയിട്ടുള്ള 12 എന്തായി മാറി? മൈനസിന് ശേഷം അത് നെഗറ്റീവ് 12 ആയിട്ട് മാറും. നെഗറ്റീവ് 12 ആയിട്ട് മാറുമ്പോൾ ഇവിടെ രണ്ട് ചിഹ്നങ്ങളും സെയിം ആയി മാറും. -96ഉം -12ഉം വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 108 എന്ന് കിട്ടും. അപ്പോൾ -108 ആണ് വരിക ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇക്വേഷൻ എന്തായി മാറി? 36s = 108 എന്ന് വന്നു. ഓക്കെ, ഇനി എസ് മാത്രം നമുക്ക് കാണണമെങ്കിൽ സമത്തിൻ്റെ ഇപ്പുറത്തുള്ളത് അങ്ങനെ തന്നെ വയ്ക്കുക. 108 അങ്ങനെ തന്നെ വെച്ചു. 36s അല്ലേ? അപ്പോൾ 36 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായി മാറി? സമത്തിൻ്റെ റൈറ്റിലേക്ക് വരുമ്പോൾ അത് ഡിവിഷനായിട്ട് മാറി. ഡിവിഷനായിട്ട് മാറിയപ്പം എത്ര കിട്ടി നമുക്ക് ആൻസർ? -3 എന്ന് കിട്ടി. സോ എസിൻ്റെ വാല്യൂ -3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടിയ വാല്യൂ നമുക്ക് ഏത് ഇക്വേഷനിൽ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷനിലാണ്. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3 × എസിൻ്റെ വില എത്രയാണ്? -3 അല്ലേ? ആ -3 അങ്ങനെ തന്നെ എഴുതി. +6K = 3. അപ്പോൾ 3 × -3 എന്താ? -9 ആണ്. +6K = 3 ആണ്. ഇനി നമുക്ക് കാണേണ്ടത് എന്താ? ഈ ഒരു പോർഷനാണ്. അതിന് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിർത്തുക. 6K എഴുതുക = ഈ 3 ഇങ്ങനെ തന്നെ എഴുതുക. ഇനി നമുക്ക് കൊണ്ടുവരേണ്ടത് എന്താ? ഈ -9 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും? അത് +9 ആയിട്ട് മാറും. അപ്പോൾ 3 + 9 എന്തായി? 12 ആയി. അപ്പോൾ 6K = 12 ആയിട്ടുണ്ട്. സോ K കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 12/6 ആയിട്ട് മാറ്റും. അപ്പം നമുക്ക് Kയുടെ വില 2 എന്ന് കിട്ടി. ഇതാണ് വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ചെയ്താൽ മാത്രമാണ് ഇത് കുറച്ചും കൂടി നല്ല രീതിയിൽ. ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്യാൻസൽ ചെയ്യണത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഏതുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് കോമൺ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുക നോക്കണം. അതുപോലെ മൈനസ് ചെയ്യുമ്പോൾ അതിന് ശേഷം വരുന്ന ഡിജിറ്റിൻ്റെയൊക്കെ സൈൻ മാറും എന്നുള്ളൊരു ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നോക്കാം. 4x + 9y = 35, 3x + 7y = 27. ഇവിടെ ഇപ്പോൾ ഒന്നും കോമൺ ആക്കാൻ നമുക്ക് ഉള്ളതില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും കോമൺ ആക്കിയേ പറ്റുള്ളൂ. അങ്ങനെ ആക്കുമ്പം നമ്മൾ ഏത് വാല്യൂവിനെയാണോ കോമൺ ആക്കി കളയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ വാല്യൂവിൻ്റെ മുന്നിലത്തെ നമ്പേഴ്സാണ് എടുക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ എക്സിനെ നമുക്ക് ഒഴിവാക്കണം എന്ന് വിചാരിക്കുക. എക്സിനെ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 3 കൊണ്ട് ഇവിടെ ഇൻറ്റു ചെയ്യണം, 4 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യണം. അങ്ങനെ ക്രോസ് ആയി ചെയ്യുമ്പോൾ സെയിം ആയിട്ട് 12x എന്ന് വരുള്ളൂ ഇവിടെ. അപ്പോൾ ആ ഒരു ഐഡിയയാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. ഏതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ y ആണ് കുറയ്ക്കണമെങ്കിൽ yനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ ഇക്വേഷൻ്റെ ഒപ്പം 7 കൊണ്ട് ചെയ്യുക, രണ്ടാമത്തെ ഇക്വേഷൻ്റെ ഒപ്പം 9 കൊണ്ട് ഇൻറ്റു ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് ഏത് വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എക്സിനെയാണ് എലിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായി മാറി? ഇവിടെ ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ 12x + 27y = 105. അടുത്തത് കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യാം. × 4 അത് ചെയ്യുമ്പോൾ ഇത് കിട്ടി. അപ്പോൾ നാലാമത്തെ ഇക്വേഷൻ വന്നു. ഇപ്പോൾ നോക്കൂ, ഇവിടെ 12x ഇപ്പോൾ ഒരുപോലെ വന്നില്ലേ? അതിനെ നമുക്ക് കളയാനുള്ളതാണ്. അങ്ങനെ അത് ഒരുപോലെ വന്നതുകൊണ്ട് ഒരേ സൈൻ ആകുമ്പോൾ എന്ത് ചെയ്യാനാണ് പറയാറുള്ളത്? മൈനസ് ചെയ്യണമെന്നാണ് പറയുക. അപ്പം മുകളിലത്തെ ഇക്വേഷനിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം.
അപ്പോൾ 12x കട്ടായിപ്പോയി. 27 നമുക്ക് എന്താണ് മൈനസ് +27 മൈനസ് 28 എന്ന് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 1 എന്നാണ് ഡിഫറൻസ് വരിക. 27 28 പോവുക എന്ന് പറയുമ്പം അവിടെ ഫിഗർ മൈനസിലേക്ക് വന്നു. പക്ഷെ അത് എന്തായി, മൈനസ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ചിഹ്നം മൈനസായി. അപ്പോൾ 1y = എന്തായി മാറി, 108 105 പോകുമ്പം 3 ആണ്. അപ്പം -y1 വരും -3 വരും. അത് രണ്ടും മൈനസ് ആയതുകൊണ്ട് നമുക്ക് രണ്ടും കോമൺ ആയിട്ട് കളഞ്ഞിട്ട് y = എന്ത് മാത്രമായിട്ട് മാറും, അത് അവിടെ 3 ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കാരണം ഇത് റൈറ്റിലേക്ക് വരുമ്പോൾ 3/1 ആണ് വരിക. 3/1 പറഞ്ഞാൽ 3 തന്നെ, y = 3. അപ്പോൾ വൈയുടെ വില നമുക്ക് 3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ വൈയുടെ വില വെച്ച് നമുക്ക് എടുത്ത x കൂടി കിട്ടില്ലേ. 4x + 9 വൈയുടെ വില 3 ആണ്, =35. അപ്പോൾ 4x = എന്ത് വരും, ഈ 35നെ അങ്ങനെ തന്നെ ഇവിടെ നിർത്തുക. പിന്നെ 9 × 3 27. ഈ 27 35 ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പ്ലസ്സിലാണ് കിടക്കുന്നത്, അവിടേക്ക് വരുമ്പോൾ മൈനസായി മാറും. അപ്പോൾ 4x = 35 - 27. അപ്പോൾ ഇനി കണ്ടുപിടിക്കേണ്ടതിന് എപ്പോഴും ലെഫ്റ്റിൽ നിർത്താൻ പറയാറുണ്ട്. അപ്പോൾ 4x അവിടെ തന്നെ ഇരുന്നോട്ടെ. =35 27 പോയാൽ 8. x കാണണമെങ്കിൽ 8/4. ഈ 4 ഇങ്ങോട്ട് വന്നിട്ട് ഡിവിഷനായി മാറുന്നു. അപ്പോൾ 2 എന്ന് കിട്ടി. അപ്പോൾ എന്താ വില, എക്സിൻ്റെ വില 2, വൈയുടെ വില 3. ഇതാണ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് സോൾവ് 7x + 2y = 23, 5x + 3y = 29. ഫസ്റ്റും സെക്കൻഡും ഇക്വേഷൻ നമ്മൾ എഴുതി. ഇവിടെ നമുക്ക് കളയേണ്ടത് ഈ 3നെയും 2നെയും നമുക്ക് വൈനെ കോമൺ ആക്കിയിട്ട് കളയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, കോമൺ ആക്കണമെങ്കിൽ ഇവ തമ്മിലുള്ള ഇൻറ്റു ചെയ്യണം. അപ്പം ഇവിടെ ഫസ്റ്റ് ഇക്വേഷന് 3 കൊണ്ടും സെക്കൻഡ് ഇക്വേഷന് 2 കൊണ്ടും ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് തേർഡും ഫോർത്തും ഇക്വേഷൻ അവിടെ കിട്ടും. തേർഡും ഫോർത്തും ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാറ്റിനെയും ഇൻറ്റു ചെയ്യണമെന്ന് മറക്കരുത്. എല്ലാറ്റിനെയും ഒരേ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇവിടെ 3ഉം 4ഉം ഇക്വേഷൻ ആയപ്പോൾ ചിഹ്നങ്ങൾ നോക്കുക. ചിഹ്നങ്ങൾ സെയിം ആണ്. സെയിം ചിഹ്നങ്ങളാവുമ്പോൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ 21ൽ നിന്ന് 10 കുറച്ചു. അപ്പോൾ എത്ര വന്നു, 11x പ്ലസ് ഇവിടെ കട്ട് ചെയ്ത് പോയി. 69ൽ നിന്ന് 58 കുറച്ചു, അപ്പോഴും 11. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ, 11x എന്ന് പറയുന്നത് 11 ആണെങ്കിൽ x എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ 11 അങ്ങനെ തന്നെ എഴുതി. ഇവിടുത്തെ 11നെ റൈറ്റിലേക്ക് വരുമ്പോൾ ഡിവിഷനായി, അത് 1 ആയി. ഇനി ആ 1 ആണ് എക്സിൻ്റെ വില എന്നുള്ളത് ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു. ആ ഇക്വേഷൻ ആദ്യത്തെ രണ്ടെണ്ണത്തിലത്തെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അതായത് 1 ഉം 2ൽ ഏതെങ്കിലും ഒന്നിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 5 × 1, എക്സിൻ്റെ വില 1 ആണ്. 5 × 1 5 + 3y = 29. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട 3yയുടെ വിലയല്ലേ. അപ്പോൾ 3yനെ ലെഫ്റ്റിൽ നിർത്തുന്നു. റൈറ്റിൽ 29 ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഇവിടുത്തെ 5 എന്തായി മാറി, റൈറ്റിലേക്ക് പോകുമ്പോൾ -5 ആയി മാറി. ഇനി y = എന്ത് വരും, അപ്പോൾ 29 - 5 എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ y = 24 / 3 ആയി മാറി. അപ്പോൾ 8 എന്ന് കിട്ടി. സോ എക്സിൻ്റെ വില 1, വൈയുടെ വില 8. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. 9x + 3y = 13, 6x - 2y = 16. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാവുന്നൊരു കാര്യം, ഇൻറ്റു ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡിവിഷൻ ചെയ്തുകൊണ്ടും റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റെഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, 3ഉം 2ഉം ഉണ്ട്. ഇതിനെ നമ്മൾ ആദ്യത്തെ കേസിൽ 3 കൊണ്ട് ഹരിക്കുക, രണ്ടാമത്തെ കേസിൽ 2 കൊണ്ടും ഹരിക്കുക. അപ്പോൾ അങ്ങനെ ആദ്യത്തെ കേസിൽ 3 കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ ഇതെല്ലാം 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 9x/3 പറയുമ്പോൾ 3x ആയി മാറും. 3y/3 പറയുമ്പോൾ ഇവിടെ 3ഉം 3ഉം കട്ടായി 1 ആയി മാറും. 30/3 പറയുമ്പോൾ 10 ആയി മാറും. അപ്പോൾ നമ്മൾ അങ്ങനെ അപ്പോൾ ഹരിച്ചുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഇക്വേഷനെ സോൾവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തേനെ നമ്മൾ എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക, എല്ലാം 2ൻ്റെ ഗുണിതങ്ങൾ. അപ്പോൾ 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 6/2 പറയുമ്പോൾ 3 വരും. 2/2 1 വരും. 16/2 പറയുമ്പോൾ 8 വരും. അപ്പോൾ പുതിയ ഇക്വേഷൻ എന്തായി, 3x - y = 8. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിവിഷൻ ചെയ്തിട്ട് ഇതുപോലെ ഇക്വേഷനെ സോൾവ് ചെയ്യാം. ഇവിടെ +y-ഉം -y-ഉം ആണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, ആദ്യം 3ഉം 3ഉം 6x പ്ലസ് ഈ y-ഉം y-ഉം ക്യാൻസലായി
10 കിട്ടും 18 എന്ന് കിട്ടി. അപ്പോൾ 6x ഈക്വൽ ടു 18 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്താ 18/6 3 എന്ന് കിട്ടി. എക്സിൻ്റെ വില 3 കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 9x എന്നുള്ളിടത്ത് 9 × 3 എന്ന് എഴുതി. ബാക്കിയൊക്കെ സെയിം തന്നെ. പ്ലസ് 3y ഈക്വൽ ടു 30. അപ്പോൾ 3y ആണ് കാണേണ്ടത്. ലെഫ്റ്റിൽ എഴുതി നിർത്തി. ഈ 30 അതുപോലെ എഴുതി. ഇവിടെ 9 27 -27 എന്ന് വരും. 30 27 പോയ 3 ആണ്. അപ്പോൾ y ഈക്വൽ ടു 3/3 ഈക്വൽ ടു 1. സോ എക്സിൻ്റെ വില 3, വൈയുടെ വില 1. നെക്സ്റ്റ് പ്രോബ്ലത്തിൽ 8x plus 7y equal to 10. First equation. Second one 11x equal to 10 minus 10y. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിന് ഇക്വേഷൻ ആക്കി മാറ്റുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. 11x ഈ വൈനെ നമുക്ക് എന്താ ഇക്വേഷൻ ആക്കുക? ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ എന്തായി മാറും? ഇക്വേഷൻ എങ്ങോട്ട് വരുമ്പോൾ സാധാരണ ഇതാണ് ഒരു ഇക്വേഷൻ്റെ ഫോർമാറ്റ്. ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ. ഇവിടെ നോക്കൂ, ഫസ്റ്റിൽ തന്നെ എഴുതിയിട്ട് ഈക്വൽ ടു വന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഇതേപോലെ ഓർഡറിലാക്കുക. ആദ്യത്തെ എക്സിൻ്റെ വാല്യൂ ഉള്ളതുണ്ടോ നോക്കുക. അവിടെ ഉണ്ട്. വൈൻ്റെ വാല്യൂ ഉള്ളത് ഇപ്പുറത്താണ് കിടക്കുന്നത്. അതിന് എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. -10 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? +10 ആവും. അപ്പോൾ 11x plus 10y ഈക്വൽ ടു 10 എന്നാണ് ഇവിടെ വരിക. കാരണം ഇവിടെ ഈക്വലിൻ്റെ അപ്പുറത്ത് തന്നെയാണ് 10 നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ 10 എഴുതി. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനായി. ഇനി ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഏതെങ്കിലും ഒന്നിനെ കോമണിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ കൊണ്ടുവരണമെങ്കിൽ നമുക്കതിനനുസരിച്ച് 10y 7y വരുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ കോമൺ ആക്കിയിട്ടുള്ളത് ഇതിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ വൈയുടെ വാല്യൂസിനാവുമ്പോൾ ഓപ്പോസിറ്റായിട്ട് വീണ്ടും ഇൻറ്റു ചെയ്യണം. ഒന്നാമത്തെ ഇക്വേഷനെ 10 കൊണ്ടും രണ്ടാമത്തെ 7 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. എല്ലാറ്റിനും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇക്വേഷൻ 3ഉം 4ഉം കിട്ടിയിട്ടുണ്ട്. ഇവിടെ 70y ഒരുപോലെ. ചിഹ്നങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ചിഹ്നങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ എന്ത് ചെയ്യണം? അത് മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യുമ്പം 80 ന്ന് 77 മൈനസ് ചെയ്യുമ്പോൾ 3x വന്നു. ഇത് രണ്ടും ക്യാൻസലായി പോവും. 100 ന്ന് 70 പോകുമ്പോൾ 30 അപ്പോൾ 3x ഈക്വൽ ടു 30 വന്നു. സോ എക്സ് ഈക്വൽ ടു എന്താവും? 30/3 ആയി. എക്സിൻ്റെ വാല്യൂ 10 ആയി. എക്സിൻ്റെ വാല്യൂ 10 കിട്ടിയാൽ നമ്മൾ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 11x plus 10y ഈക്വൽ ടു 10 ആണ്. അപ്പോൾ 11 × 10 ആണ്. എക്സിൻ്റെ വാല്യൂ 10 ആണല്ലോ. അപ്പോൾ 11 × 10 മൈനസ് 10y ഈക്വൽ ടു 10 വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 11 × 10 110 വന്നിട്ടുണ്ട്. സോ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് -10y ആണ്. അതിനെ ലെഫ്റ്റിൽ നിർത്തി. റൈറ്റിൽ 10 ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ വയ്ക്കാം. 11 × 10 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ അത് -110 ആയി. അപ്പോൾ അവിടുന്ന് നമുക്കിത് മൈനസ് പറയുമ്പോൾ എന്താ? 10 - 110 പറയുമ്പോൾ ലെസ് ചെയ്യുമ്പോൾ 100 ആണ് വരുന്നത്. അപ്പോൾ y ഈക്വൽ ടു എന്ത് വരും? -100/10 എന്ന് വരും. അപ്പോൾ ആൻസർ -10. അപ്പോൾ നമുക്ക് വാല്യൂ എക്സിൻ്റെ വില 10ഉം വൈയുടെ വില -10ഉം കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇക്വേഷനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്ത് 2 അൺനോൺ ആയിട്ടുള്ള വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന വിധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്